അവർക്ക് സോയാബീൻ്റെ എന്തോ ദാൽമൂടോ അതെന്തോ ദാൽമൂട്. ഞങ്ങളൊരു 3 കിലോമീറ്റർ നടന്നു കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. രാജ്മ ചോളെ ഭട്ടൂര അല്ലേ, ക്യാരറ്റ് ഹൽവ, പിന്നെ ഗുലാബ് ജാമുൻ, ടീ ഇത്ര ഓർഡർ ചെയ്തിട്ടുണ്ട്. നല്ല വിശപ്പ് വരുന്നുണ്ട്. ഇത് അവിടെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫുഡ് കഴിക്കുന്നത് ചിലപ്പോൾ പോസ്റ്റ് ചെയ്യില്ല, ഞങ്ങൾ കഴിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, എന്തായാലും ഇത് മാത്രം കാണിച്ചില്ലെന്ന് വേണ്ട. രാജ്മ ഭട്ടൂര, പിന്നെ ഗുലാബ് ജാമുൻ, കേസർ കാ ഹൽവ ഒന്ന് രാജകീയമായി കഴിക്കാമെന്ന് വെച്ചല്ലേ. ഞങ്ങൾ വണ്ടി കിട്ടാഞ്ഞിട്ട് ഒരാളുടെ ബൈക്കിൽ ലിഫ്റ്റ് കയറി പോവാണ്. ഇമ്പിൾസ് അടിച്ച രാത്രിയുള്ള അവസ്ഥ കണ്ടോ. ഇത് പൊടി മാത്രമല്ല മഞ്ഞും കൂടെയാണ്. ചേട്ടാ ഇവിടെ ട്രിപ്പിൾസ് അടിച്ച കേരളത്തെ പേടി പിടിക്കും. കേരളത്തിൽ അമ്മ എങ്ങനെ വെള്ളം പിടിക്കും? യോഗി ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യും. ഇത് അറസ്റ്റ് ചെയ്യാൻ സമ്മതിച്ചതെന്ന് ചോദിച്ചു. പിണറായി പോലീസിന് അത്രയും വീര്യം അതറിയില്ല. ഞങ്ങളുടെ ടെൻറ്റ് കാണിച്ച ഇതാണ്. ഇവിടെ ഞങ്ങൾ കിടക്കുന്നത് ഞാൻ കിടക്കുന്നത് ചേട്ടൻ്റെ ഇപ്പുറത്തെ സ്ഥലം ഉണ്ടോ. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ചേട്ടനിവിടെ നല്ലപോലെ കിടന്നു. ഞങ്ങൾ അകത്തോട്ട് ഇപ്പോൾ കയറിയില്ല. ജസ്റ്റ് വന്ന തത്രപ്പാട് വരെ യൂബർ ട്രൈ ചെയ്തു. യൂബർ ഒന്നും കിട്ടിയില്ല. യൂബർ കണക്റ്റ് ആകുന്ന പോലും ഇല്ല. ഇങ്ങനെ ലോഡ് ചെയ്ത് നിൽക്കുകയാണ്. ടാക്സി പിടിക്കാൻ നോക്കി, എവിടെയും ടാക്സിയോ കാര്യങ്ങളോ ഇല്ല, ഓട്ടോ ഇല്ല. പലയിടത്തും ബ്ലോക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇവർക്ക് തിരിച്ചു വരാൻ പറ്റാത്തതുകൊണ്ട് ആരും ഓട്ടം പോകുന്നില്ല. ഒരു 3 മണിക്കൂറോളം ബൈക്കിലിരുന്ന് വെയിറ്റുള്ള ബാഗും എല്ലാം തൂക്കിയിരുന്ന് ആണ് ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അറിയാമല്ലോ, ഞങ്ങൾ ടിക്കറ്റൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. എടുക്കാൻ ട്രൈ ചെയ്തു, ഒരു രക്ഷയില്ല. ജനറലിൽ ഓൺലൈനൊന്നും കിട്ടുന്നില്ല. ജനറലിൽ ഒന്ന് എടുത്തിട്ട് അങ്ങനെ കയറി പോകാമെന്നുള്ളൊരു പ്ലാനിൽ ഞങ്ങളിരുന്നു. എന്നിട്ട് നേരെ റിസർവേഷനിൽ പോയി തപ്പിയപ്പം വന്ദേ ഭാരതിന് ടിക്കറ്റ് ഉണ്ട് 8 മണി. അപ്പോൾ നേരെ ഞങ്ങളത് ബുക്ക് ചെയ്തു. അപ്പോൾ ഞങ്ങൾ റെസ്റ്റ് എടുക്കുകയാണ്. ഒന്ന് വെളിയിലൊക്കെ പോയി കാര്യങ്ങളൊക്കെ ഈ സിറ്റിയൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ ഉള്ളത് നോക്കി കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് അതും ഇതൊക്കെ നടന്നു. പിന്നെ തിരിച്ചിങ്ങെത്തി. ഇനി അത് വന്ദേ ഭാരതിൻ്റെ എങ്ങാണ്ട് AC വെയിറ്റിംഗ് റൂം ഉണ്ടെന്നാണ്, എന്തോ പെയ്ഡാണ്. പോകുന്നതിന് മുമ്പ് ചേട്ടൻ ഇവിടെ കിടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ റെസ്റ്റ് എടുക്കുകയാണ്. ഇനി ട്രെയിനിൽ കയറി വന്ദേ ഭാരത് ഞാൻ ആദ്യമായിട്ട് കയറാൻ പോകാം. യോഗേജി കുംഭമേളയ്ക്ക് വരുന്ന യാത്രക്കാർക്കായിട്ടുള്ള സെൽഫി പോയിന്റ്സ് ആണ്. കടകളുടെ ഒക്കെ ഫോർമാറ്റ് കണ്ടോ. ഇതന്നെ എഴുതി വെച്ചേക്കുന്നത് വിശ്വാമിത്രനോ പിന്നെ അങ്ങനായിരുന്നു ആകി വെക്കാൻ വെച്ചേക്കുന്ന. റബ്ഡി മേടിക്കാൻ, റബ്ഡി മേടിയില് കലക്കിയത് മതി. റബ്ഡി കാണിച്ചു തരാം.
ഇത് ആണ് റബ്ഡി കഴിക്കുന്നത്. ചേട്ടൻ കഴിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് റബ്ഡി? എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ. നമ്മുടെ സീറ്റ് എന്തായാലും അവിടെ ഉണ്ട്. വന്ദേ ഭാരതി കയറിയിട്ടുണ്ട്. വളരെ പൊട്ട എക്സ്പീരിയൻസ് ആയിരുന്നു. ആൾക്കാരെല്ലാം തോന്നിയ ബോഗിയിലൊക്കെ കയറി ബ്ലോക്കാക്കി, പലർക്കും കയറാൻ പറ്റാതായി. ചിലരൊക്കെ കിടന്ന് കരയുന്നുണ്ട്. അവരുടെ കൂടെ ഉള്ളവരൊക്കെ വെളിയിലായി, പിള്ളേർ വെളിയിലായെന്നൊക്കെ പറഞ്ഞു ഡോറ് തുറക്കാൻ വേണ്ടി. തമ്പിച്ചേട്ടൻ അപ്പുറം സീറ്റിലെത്തി. എൻ്റെ സീറ്റിൽ വേറെ ആരും ഇരിക്കുക. ഞാനിപ്പോൾ വേറെ ആരുടെ സീറ്റിലാണ് ഇരിക്കുന്നത്. ആൾക്കാർ ഇത്രയും കണ്ടോ പൊയ്ക്കൊണ്ടിരിക്കുക. അതായത് ഈ C9 കയറേണ്ടവരൊക്കെ വേറെ ഇയിലും വേറെ എവിടെയൊക്കെ കയറിയിരിക്കുന്നത്. C10 C11 പോയി കയറിയിരിക്കുന്നത്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ക്രോസ് ചെയ്യുക. കുറേയൊക്കെ നാട്ടുകാരുടെ പ്രശ്നമുണ്ട്. എന്താ ആൾക്കാരെ പൊയ്ക്കൊണ്ടേയിരിക്കുക. എൻ്റെ സീറ്റ് ഇരുന്നവർ പതുക്കെ എണ്ണീറ്റിട്ടുണ്ട്. എനിക്കിനി അവിടെ പോയിരിക്കാം. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നല്ലതാണോ ചീത്തയാണോ? ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഇത് ആരുടെ ട്രെയിനിൻ്റെ പ്രശ്നമാണോ നാട്ടുകാർ? അല്ല, നമ്മുടെ നാട്ടുകാരുടെ പ്രശ്നം. അതിന് ട്രെയിൻഡായി വരുന്നേ ഉള്ളൂ. സർവേ ഇപ്പം എന്താ ശരിക്കും എന്താ പറ്റിയ? ശരിക്കും ആളുകൾ ഉത്കണ്ഠ. അത് എല്ലാവർക്കും ഉള്ള റിസർവ് കമ്പാർട്ട്മെന്റ്. ആർക്കും അവർക്കറിയില്ല ഇത് എപ്പോഴാണ് പോകുന്നത്. എല്ലാവരുടെ ഒരു സൈഡിൽ പോയി ഇടിച്ചു വരും. അവനവൻ്റെ കമ്പാർട്ട്മെന്റ് ഏതെന്ന് അറിയില്ല. ചേട്ടൻ എല്ലാം പോസിറ്റീവായിട്ട് എടുത്തു. തീർച്ചയായിട്ടും അങ്ങനെ അതിൻ്റെ ആവശ്യമുള്ളൂ. വെരി ഗുഡ്. കാര്യം കരി ട്രെയിനിൽ സഞ്ചരിച്ചിട്ടുള്ളവനെയാണ്. അപ്പോൾ ആ കരി വണ്ടിയിൽ നിന്ന് മാറി സ്റ്റീം വണ്ടി എന്ന് പറഞ്ഞാണ് കരിവണ്ടി, തീയിട്ട് ഓടുന്ന വണ്ടി. തീവണ്ടിയിൽ നിന്ന് മാറി ഡീസൽ വണ്ടി വന്നു. ആ ഡീസൽ വണ്ടിയിൽ നിന്ന് മാറി ഇലക്ട്രിക്കൽ വണ്ടി വന്നു. ഇലക്ട്രിക്കൽ വണ്ടിയിൽ നിന്ന് ഹൈ സ്പീഡ് വെഹിക്കിളിലേക്ക് വന്നു. അപ്പോൾ പുരോഗതി ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഈ ഇടവഴിയിൽ കൂടെയൊക്കെയാണ് നമ്മൾ നടന്നത്. ആ പാലത്തിൻ്റെ ഇവിടെ ക്രോസ് ചെയ്ത് നടന്നതെന്നൊക്കെ. സീറ്റിൻ്റെ ഫോർമാറ്റ് എനിക്ക് തോന്നുന്നു മറ്റേ ഫ്ലൈറ്റിലെ എക്കോണമി ക്ലാസ്സിൻ്റെ അതേ ഫോർമാറ്റ്. ഇതാണ് ഇതിങ്ങനെ ഫൈബറോ സ്റ്റീലോ ഇങ്ങനെ പ്ലേറ്റ് വെക്കാനുള്ളത്, പിന്നെ മാഗസീൻ വെക്കാനുള്ള, താഴെ ചാർജ് ചെയ്യാനുള്ള പോർട്ടുകളുണ്ട് ഇവിടെ കാണാം. പിന്നെ ഫുഡ് റെസ്റ്റാണ് നല്ല ഫുഡൊക്കെ റെസ്റ്റ് ചെയ്യാൻ ബോട്ട് വെക്കാനുള്ള സ്ഥലമുണ്ട്. എക്കണോമിക് അല്ല, എർഗോണമിക്. പിന്നെ ബാഗ് വെക്കാനുള്ള സ്ഥലമാണെങ്കിലും നല്ല സ്പേഷ്യസ് ആയിട്ട്. അങ്ങനെ കുംഭമേളയിൽ പങ്കെടുത്തു. ഗംഗാ സ്നാനവും കഴിഞ്ഞു. ഇനി കാശിനാഥനെ കാണാനായിട്ട് കാശിയിലേക്ക്. ഇനി കാശിയിൽ ഞങ്ങൾ ആരെയെല്ലാം കാണും, ഞങ്ങൾക്കായി അവിടെ എന്തെല്ലാമാണ് കാത്തിരിക്കുന്നതെന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ഈ പുണ്യസ്ഥലങ്ങൾ കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക.